ഈ പണ്ടേ ആനയോടുള്ള ഭ്രമം കൊണ്ട് ആനക്കാരനായതാണോ അതോ? ഭ്രമം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഭ്രമം കൊണ്ടാന്ന് തന്നെ പറയാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു കുലത്തൊഴിലാണ് സാറേ. എൻ്റെ അമ്മാവന്മാർ രണ്ടുപേരും ആനപ്പാപ്പന്മാരാണ്. അങ്ങനെ ഒരു കണക്കിന് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഒരാന കുടുംബമാണ്. ആന കുടുംബമാണ്. ശരിക്കും പറഞ്ഞാൽ ആനയ്ക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്നത് ഇഷ്ടമാണോ? ആനയ്ക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്നത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിനോട് കൃത്യമായിട്ട് ചോദിച്ചാൽ അത് ഇഷ്ടമല്ല എന്നേ പറയൂ. പിന്നെ നിവൃത്തി ഇല്ലാതെ കൊണ്ട് നമ്മുടെ സൗകര്യത്തിന് ഇഷ്ടപ്പെട്ടത് ജീവിക്കും. അപ്പോൾ ഒരു കാലം ഇതിന്റെ ഈ കൂപ്പ് പണിയുടെ ആയിരുന്നു അല്ലേ? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ കോളേജ് ജീവിതമായിരുന്നു. ഈ ആന നീന്താൻ പറ്റുമോ അതോ വെള്ളത്തിൽ അടി കാല് ചവിട്ടി? ആന നീന്തി പോകും. ആന ചവിട്ടി കുതിച്ചങ്ങ് പോകും. അല്ല, ഞാൻ ചോദിക്കുന്നത് അടിയിൽ കാലും കുത്തുന്നുണ്ടോന്നാ ചോദ്യം. കുത്തിപ്പോവും. അല്ലെങ്കിൽ ആന മുങ്ങിച്ചെന്ന് കുത്തിയിട്ട് ആന വരും, കുതിക്കും. അപ്പൊ ഈ നിങ്ങൾ ആനയുടെ പുറത്തിരിക്കും? പുറത്തിരിക്കും. അപ്പൊ ഈ മുങ്ങുമ്പോ നിങ്ങൾ മുങ്ങിയല്ലേ? കുറച്ച് മുങ്ങിപ്പോവും. അതൊക്കെ ഒരു നേരം പോക്കല്ലേ സാർ. ആനക്കഥകൾ എല്ലാവർക്കും ഇഷ്ടമാണ്, ആനയെയും ഇഷ്ടമാണ്. ഈ ആനക്കഥകൾ എത്ര കേട്ടാലും മടുക്കുകയില്ല. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരാനപ്പാപ്പാനാണ്, ശ്രീ മനോജ്. മനോജ് കഥകൾ പറഞ്ഞു വരികയാണ്. നമുക്ക് തുടരാം. 10-35 വർഷം 40 വർഷത്തോളം ആനയുടെ കൂടെ നടന്നിട്ട് ഭയപ്പെട്ടു പോയ അല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടുമെന്ന് തോന്നിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു എനിക്കൊരു ഭയം തോന്നിയൊരു സംഭവം ഉണ്ടായിട്ടില്ല. നമ്മുടെ സ്വഭാവം കൊണ്ടും പിന്നെ എൻ്റെ ഗുരുവിൻ്റെ കഴിവുകൊണ്ടും. അല്ല, എന്നാലും അവൻ ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ. ഭയപ്പെടുത്താൻ ആനകൾ നമ്മളോട് തിരിഞ്ഞു കൂടിയിട്ടുണ്ട്, ആക്രമണത്തിന് നിന്നിട്ടുണ്ട്. പല ആനകൾ ഇപ്പം നമ്മൾ പോകുന്ന വഴി തെറ്റാറുണ്ട്. വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ ആന നമ്മൾ ചിലപ്പം അതിന്റെ അന്നേരത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ആനയെ കൈകാര്യം ചെയ്യും. അല്ല, ഈ വഴി തെറ്റുക എന്ന് പറഞ്ഞാൽ ഇവൻ അനുസരിക്കാതെ വരിക. ഇപ്പൊ നമ്മളിപ്പോ നടന്നങ്ങ് പോവാന്ന് കൂട്ടിക്കോ, നടന്നങ്ങ് പോയി കഴിയുമ്പോൾ കയറിപ്പാനെന്ന് പറഞ്ഞാൽ ആന പറഞ്ഞാൽ എനിക്കിപ്പോ പോകാൻ സൗകര്യം ഇല്ല, കുറച്ചു നേരം കഴിഞ്ഞാൽ പോണോളൂ, അവിടെ നിൽക്കും. അപ്പൊ അതൊരു പ്രത്യേക ശൈലിയാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കും പരിസരം. ഇന്നൊക്കെ നമ്മൾ ഒരുപാട് പേടിക്കണം. പഴയതുപോലെയല്ല. പണ്ടൊക്കെ ഏത് വഴിയിൽ വെച്ച് ആനക്കിട്ട് 2 അടി വെച്ച് കൊടുക്കാറുണ്ട്, ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം ഇറങ്ങിയോടുകൂടി കാര്യം അത് ഒരുപാട് ഉപകാരപ്രദമായ സാധനമാണെങ്കിലും അതിൽ കൂടുതൽ ഞങ്ങളുടെ ഈ മേഖലയെ സംബന്ധിച്ച് ദൂഷ്യം ചെയ്യുന്ന ഒരു സാധനമാണ് മൊബൈല്. നമ്മൾ ഈ ആന ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇതിന്റെ പാപ്പാനെ അറിയത്തുള്ളൂ. അത് പുറത്തു നിന്ന് നോക്കി കാണുന്ന ഒരു കാണിക്ക് അറിയാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ബസ് നിറച്ച് യാത്രക്കാരുണ്ട്. ആ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ വണ്ടിയുടെ ബ്രേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡ്രൈവർക്കല്ലേ മനസ്സിലാവുള്ളൂ, അല്ലാണ്ട് ഇരിക്കുന്ന യാത്രക്കാരന് മനസ്സിലാവില്ല. അപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആനയും കൊണ്ട് പോരുകയാണ്, വരുമ്പം വഴിയിൽ ഒരു വാഴയോ ഇല്ലെങ്കിൽ ഒരു കരിമ്പോ ആനയ്ക്കത് പറിക്കണം. അതിപ്പോൾ ഒരു 10 അടി മുമ്പ് വെച്ച് ആന അതിന് കണക്ക് കൂട്ടി. ആനക്കാരനും ഇത് മനസ്സിലായി. അന്നേരം ചിലപ്പോൾ ഒരു കുഞ്ഞി അടി വെച്ച് കൊടുത്താൽ അതിനത് എടുക്കാതെ ഇങ്ങ് പോരും. പക്ഷെ അത് നോക്കുമ്പോഴത്തേന് ഇന്നത് ചെയ്യാൻ പറ്റില്ല. അത് പറിച്ചിട്ടുണ്ടെങ്കിൽ ആ പറമ്പുകാരൻ ആനക്കാരൻ കൊള്ളില്ലാത്തവനായി, അവന് നഷ്ടം കൊടുക്കണം, അവന് കേൾക്കാത്ത അസഭ്യവും കാണില്ല. ഈ ആന അത് പറിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്താലും ഈ പറഞ്ഞ് നോക്കി വെക്കണ പബ്ലിക് അവൻ്റെ മേത്തേക്ക് കയറും. അപ്പം ഇത് അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ അത് എടുക്കരുതെന്ന് ആനയോട് ബലമിച്ച് ഒരു ചെറിയൊരു ഇതില്ലാണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ ആന പറയും ഞാനത് എടുത്തിട്ടേ പോരുന്നുള്ളൂ. ബലമിച്ചാൽ പിന്നെ പറയാനില്ല. അപ്പോൾ ഒന്നെങ്കിൽ നമ്മളത് തന്ത്രപരമായിട്ട് പരിസരം നോക്കിയാന്ന് വെച്ചാൽ അതിൻ്റെ ഇതനുസരിച്ച് ചെയ്യും. ഇല്ലെങ്കിൽ ചില ആനകൾ അങ്ങനെ തെറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആനയുടെ അടുത്ത് കൂടി നമ്മൾ ഓടിക്കും ആന. അപ്പം ആനൊരു വഴക്കിനായിട്ട് നിൽക്കണമെന്ന് ആനക്കാരന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ അവിടെ എല്ലാ ആനയെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി ആനയുടെ പുറകോട്ടൊന്ന് മാറി ഒന്ന് മൂത്രം ഒഴിക്കുന്ന കണക്കൊക്കെ ഒന്ന് കാണിച്ചു, ഇല്ലെങ്കിൽ ഒരു വീഡിയോ എന്തെങ്കിലുമൊക്കെ കത്തിക്കുന്ന കണക്കൊക്കെ ഒന്ന് കാണിച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ അത് കയറി പാനയെന്ന് പറയും. അപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങ് കൂടെ പോരും. അപ്പോൾ ചില ആനകളുടെ ഒരു ഭാവം അതാണ്. നമ്മൾ ആനകളെ സംബന്ധിച്ച് 100% നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് ആനയെ കിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് ആന ഒരു 40% കിട്ടുള്ളൂ. ബാക്കി 60% നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ആന ഈ ആന നമ്മളെ ഉപദ്രവിച്ച സംഭവം ഉണ്ടായിട്ടില്ലേ? ആന ഉപദ്രവിച്ച സംഭവം ഉണ്ടായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടു നടന്ന ആനകളല്ലെങ്കിലും മറ്റുള്ള ആനകളിൽ നിന്ന് എനിക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. ഉത്സവപ്പറമ്പ് വെച്ചാൽ ഉത്സവപ്പറമ്പിൽ വെച്ചും ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് ആനയെ കെട്ടാൻ സഹായിക്കാൻ പോയി ഉണ്ടായിട്ടുണ്ട്. ഒരു 4 കൊല്ലം പിന്നെ നമ്മുടെ കൂട്ടുകാരൻ കൊണ്ട് നടക്കുന്ന ഒരു ആന വഴക്കുണ്ടാക്കി ആനയെ കെട്ടാനായിട്ട് ചെല്ലാൻ പറഞ്ഞ് ഇവിടുന്ന് ഞങ്ങൾ പോവാണെങ്കിൽ അത് പാലക്കാട്. അപ്പം ഞാനന്നേരം തൃശ്ശൂരാണ് പണി ചെയ്യുന്നത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എല്ലാം പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോയി സ്ക്വാഡ് 11 സ്ക്വാഡിൻ്റെ കൂട്ടത്തിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആന ഈ പൂട്ടിയിട്ടേക്കുന്ന കണ്ടത്തിലാണ് ആന വഴക്കുണ്ടാക്കി നിൽക്കുന്നത്.
അപ്പം വേറെ യാതൊരുവിധ ബന്ധോസും കാര്യങ്ങളും അങ്ങനെ ചെയ്യാനുമില്ല, ചെയ്യാൻ പറ്റാത്ത കാരണം വലിയ തെങ്ങോ കാര്യങ്ങളൊന്നുമില്ല, പൂട്ടിയിട്ടേക്കണ കണ്ട. അപ്പം എങ്ങനെയെങ്കിലും ഇതിനെ അവിടെ നിന്ന് കരയ്ക്ക് എത്തിക്കുക, അല്ലെങ്കിൽ കണ്ടത്തിൻ്റെ നടുക്കോടെ ഒരു നേരം തെങ്ങി നടവരമ്പേക്കൂടെ പോയിട്ടുണ്ട്. ആ തെങ്ങേരെ പിടിച്ച് കെട്ടിലേ നടക്കുകയുള്ളൂ. എന്താണെങ്കിലും ഞങ്ങളൊരു ആനയെ ഒരു ക്യാച്ചർ അടിച്ചു. ക്യാച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാച്ചറല്ല, കുടുക്കിട്ടു. വടത്തേലാണ് കാലെ കുടുക്കിട്ടു. കുടുക്കലാണ് ചാടി ആ കയറിന്റെ തുമ്പ് കെട്ടിക്കൊണ്ട് നമ്മുടെ കൂട്ടുകാരൻ കെട്ടിക്കൊണ്ട് പിന്നെ കെട്ടാൻ വേണ്ടി ഉള്ള സൗകര്യം കൊടുക്കാനായിട്ട് നമ്മൾ ആനയുടെ മുമ്പിൽ ശ്രദ്ധ തിരിച്ചു വിടാനായിട്ട് അങ്ങനെ നിൽക്കുക ചെയ്ത്. ഈ ആന ഈ കുടുക്ക് വലിച്ചു കഴിഞ്ഞപ്പോൾ കുടുക്ക് പറഞ്ഞു പോയി. ഇതെന്റെ പുറകെ എത്തി. ഞാനാണ് ഈ ചെളിപൂട്ടിയ കണ്ടല്ലേ, ഓടാനും പറ്റില്ല. ഓടുന്തോറും നമ്മൾ താഴുകയല്ലേ, അങ്ങനെ വീണു കഴിഞ്ഞപ്പോഴത്തേനും വന്ന് കൊത്തു തുടങ്ങി. അപ്പൊ നമ്മളെ ബോധം പോയിട്ടില്ലായിരുന്നു. കുത്ത് എവിടെയാ കൊത്തുകൊണ്ടേ? കുത്ത് ഈ ബോധം പോകാത്തതിന്റെ പേരില് ആന കുത്തി വരുമ്പോഴത്തേനും മറിയും. അങ്ങനെ മറിഞ്ഞൊരു 5-6 കുത്താന കുത്തി. എന്നിട്ട് അത് കൊള്ളാണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് പിന്നെ എഴുന്നേച്ചാൻ ഓടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും നമ്മൾ ഈ ബലത്തിന് മുമ്പോട്ട് കാല് വയ്ക്കുമ്പോഴത്തേനും ചെളിക്കണ്ടാകുമ്പോൾ താന്നു പോവല്ലേ, വീണ്ടും വീണു കഴിഞ്ഞപ്പോൾ വീണ്ടും കുത്തി. അന്നേരം ഒരു കൊമ്പിങ്ങനെ കൊണ്ടിട്ട് എൻ്റെ ഈ ഇവിടുത്തെ തോല് വരെ പോയായിരുന്നു. കൊമ്പ് കൊണ്ട് തോലിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോയി. നമുക്ക് ബോധം പാത്തതിൻ്റെ പേരിൽ നിവർന്നാനെ കൊമ്പും കൊണ്ട് വരുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ ഇടവ് നോക്കി. അന്നേരത്തേനും പിന്നെ ആൻഡുബായും അവരും പുറകെ വന്നിട്ട് അവരുടെ കയ്യിൽ കിട്ടി. കണ്ടമാവുകൊണ്ട് ഒരു കല്ലെടുത്ത് ഒരു വടിയില്ല, ഒരു കല്ല് പോലും ഇല്ല, എടുത്ത് ആനക്കിട്ട് ഏറ് വെച്ചു കൊടുക്കാൻ. അപ്പം അങ്ങനെ അന്നേരത്തേനും അവർ വന്ന് ആനയുടെ ശ്രദ്ധ അടുത്ത് വന്ന് തിരിച്ചു. അപ്പോൾ ആ ശ്രദ്ധ തിരിച്ച നേരം കൊണ്ട് ഞാൻ എഴുന്നേറ്റു. അന്നേരത്തേനും നമ്മുടെ കൂട്ടുകാർ വന്ന് കൈ പിടിച്ച് നമ്മളെ കൊണ്ടുപോയി. അതേ ആനയെന്ന് അതിന് മുമ്പ് ഒരു 10 കൊല്ലം മുമ്പ് ആന നമ്മുടെ പെരുമ്പാവൂർ പരിപാടിക്ക് വന്നിട്ട് ആന വഴക്കുണ്ടാക്കിയിട്ട് അന്ന് പിടിച്ച് കെട്ടിച്ച് പോയതാ. 10-12 കൊല്ലം മുമ്പ്. അതിന്റെ കലി തീർത്തതായിരിക്കും. അതെങ്ങനെ ആയിക്കോട്ടെ. ഇതുപോലെ ഈ ആന വരണ്ടോടുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഈ ഓടിയവൻ പല വഴിക്ക് പോയി കളയില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അപ്പം അങ്ങനെ ഒരു കാട്ടിക്കയറിപ്പോ ഒരു ആനയുടെ കഥ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കോട്ടയം പാമ്പാടിയിൽ അജി എന്ന് പറഞ്ഞ വാരിക്കാട്ട് അജി എന്ന് പറഞ്ഞ പുള്ളിക്ക് ഒരു ആന ഉണ്ടായിരുന്നു. എൻ്റെ പേര് കാർത്തികൻ എന്നായിരുന്നു, വാരിക്കാട്ട് കാർത്തികൻ. അപ്പം ഒരു ദിവസം പാമ്പാടി ചെറുവള്ളിക്കാവ് പൂരം, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഉണ്ണി എന്ന് പറയും. പുള്ളി മൂവാഴ്ചക്കാരനാണ്. പുള്ളി സൗണ്ടിൻ്റെ ആളാണ്, പ്രസംഗമൊക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ പുള്ളി പറയണത് ഭയങ്കര ആനപ്രേമി തന്നെയല്ല, ചെറുപ്പം മുതലേ ഞങ്ങളുടെയൊക്കെ കൂടുതൽ ആനകളുടെ കൂടുതൽ. അപ്പോൾ ഇന്നത്തെ ഒരുമാതിരിപ്പെട്ട ആനക്കാരേക്കാൾ കൂടുതൽ ആനകളെ കുറിച്ച് അറിവുള്ളൊരു വ്യക്തിയാണ്. കാരണം ചെറുപ്പം മുതൽ ഈ തടി വലിക്കാൻ പോകുമ്പോഴും എല്ലാം ഞങ്ങളുടെ കൂടുതൽ വരും. കക്കടാശ്ശേരിയിലായിരുന്നു പുള്ളിയുടെ വീട്. അപ്പോൾ ഈ കക്കടാശ്ശേരി ആ കാലഘട്ടത്തിൽ 5-6 ആനകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പുഴയിലുള്ള കുളിപ്പീരും കാര്യങ്ങളും എല്ലാമായിട്ട് പുള്ളി എപ്പോഴും ഒരു ആനയോടുള്ള ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു, അപ്പോൾ ഞാൻ ചെറുവള്ളിക്കാവിന് പോകാമെന്ന് പറഞ്ഞാൽ ഞാനും വരുന്നുണ്ട് ചേട്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ പോവാണ്. പാമ്പാടി എത്താറായപ്പോഴത്തേന് അയച്ചേട്ടൻ വിളിച്ചേക്കുക, മനോജേട്ടാ എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ ഇങ്ങനെ ഞാൻ പാമ്പാടിയിലുണ്ടാവുക ചെറുവള്ളിക്ക്. അയ്യോ എൻ്റെ ആനയൊന്ന് വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ വരെ ഒന്ന് പാന്ന് പറഞ്ഞു. എന്നാൽ പാടാവേന്ന് പറഞ്ഞ് ഞാനും ഉണ്ണിയും ഈ ആനയുടെ ഉടമസ്ഥൻ അജിയും പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ ദീപു എന്ന് പറയും, ഞങ്ങൾ 4 പേരും കൂടെ പോവുക. അവിടെ ചെന്ന് പുനലൂർ ഒരു കൂപ്പിൽ ആന പണിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആനക്കാരനെ ഓടിച്ചാൽ ആന കാട് കയറി പോയേക്ക്. ആന കാട് കയറി പോയി. കാട് കയറിയാനൊക്കെ പിന്നെ എങ്ങനെ തിരിച്ചു പിടിക്കുക? അത് പിന്നെ ഈ പറഞ്ഞ ഞാനത് പറയാം, ആന എപ്പോഴും ഒരു ആന വയലന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു അക്രമ സ്വഭാവമാണ് ആനയിലുണ്ടാവുക. അതിന്റെ ഭാഗം വിജയിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ആനയെ നമ്മൾ ബന്തോസ് ചെയ്യണം. ബന്തോസ് ചെയ്ത ആന നോർമലാ, അതായത് കെട്ടിക്കഴിഞ്ഞാൽ ആന നോർമലാ. ഈ കെട്ട് പൊട്ടിക്കാൻ പിന്നെ ശ്രമിക്കുകയല്ലേ അധികം? കെട്ട് പൊട്ടിക്കാൻ ശ്രമിക്കും. അപ്പൊ പൊട്ടില്ലാത്ത കണക്കുള്ള ഇത് വെച്ചായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞ ആദ്യം കെട്ട് പൊട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല, എന്നെ കുത്താനുള്ള കാരണം പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ ചെന്ന് ഈ വയലന്റ് ആനയുടെ മുമ്പിൽ കിടന്ന് ഓടിയപ്പോൾ ആ ഒരു വയലന്റ് ദേഷ്യത്തില് കണ്ടുകിട്ടി. ഞങ്ങൾ 4 മണി ആയപ്പോഴത്തേനും ചെന്നു. അപ്പം ആനയെ കണ്ടു. ആനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആനയെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ ഓടിച്ച് നമ്മളെ പിടിക്കാനുള്ള, ആന പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിക്ക് നമ്മളത് ഓടി ആനയെ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കിയിട്ട് കുടുക്കിട്ടു. കുടുക്ക് ഇട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുക്ക് എങ്ങനെ ഇട്ടാലും കുടുക്ക് വീഴും, ആന കുടുക്കെടുത്ത് കളയും. അങ്ങനെ ലാസ്റ്റ് ഒരു 5-6 പ്രാവശ്യം കുടുക്കി ചാടി. പക്ഷെ കുടുക്ക് നമുക്ക് മുറുക്കാൻ സാധിക്കില്ല ആന, അതിന് മുമ്പ് കുടുക്കെടുത്ത് കളയും.
ഈ കൈക്കോ ഇല്ലെങ്കിൽ കൊമ്പിനോ കുത്തിയാൽ കുടുക്കങ്ങ് വലിച്ചു. ശരി. അങ്ങനെ ലാസ്റ്റ് നിവൃത്തി ഇല്ലാണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മരത്തിന്റെ കപ്പിക്കോടെ കയറിട്ട് വെച്ച് കുടുക്കിട്ടു. അപ്പൊ ഈ കുടുക്കിങ് കുടുക്ക് പൊങ്ങൂലോ. അതാണ് ആദ്യം പറഞ്ഞത്. ചില സ്ഥലത്ത് ചെല്ലുമ്പോ അന്നേരത്തെ നമ്മുടെ ഒരു അവസരത്തിനനുസരിച്ച് നമ്മൾ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതിനെ പിടിക്കാൻ നോക്കിയിട്ട് 4-5 പ്രാവശ്യം കുടുക്കി ചാടി. ഈ 5 പ്രാവശ്യം കുടുക്കി ചാടിയിട്ട് കുടുക്കൊന്ന് വലിച്ച് മുറുക്കണതിന് മുമ്പ് ഒന്നെങ്കിൽ അത് കൈകൊണ്ട് വലിച്ചു കഴിയും, ഇല്ലെങ്കിൽ ഇങ്ങനെ നടകൊണ്ട് കയറ്റി അങ്ങ് ചവിട്ടും. ഇത് കുടുക്കും മുറുകൂല്ലോ, നടകൊണ്ട് ചവിട്ടിയിട്ട് ആ നടയും കൂരി എടുക്കും. അപ്പൊ അങ്ങനെ മടുത്ത് കഴിയുമ്പോൾ പിന്നെ നോക്കിയപ്പോൾ ഇതൊരു മാർഗം തോന്നി. അപ്പോൾ ഒരു മരത്തിന്റെ കപ്പിക്കോടെ കയറ്റി വെച്ച് കയറിന് നീളം ഉണ്ടായിരുന്നു, കുടുക്ക് വെച്ച് കൃത്യം വന്ന് വീണു. അപ്പോൾ കുടുക്ക് മുറുക്കിയപ്പോൾ മുകളിലേക്ക് കയറി കുടുക്ക് മുറുകി. അങ്ങനെ അന്ന് അവിടെ പിടിച്ച് കെട്ടി വെച്ച് പോകുന്നു. ഈ നമ്മൾ മുമ്പേ ആനയുടെ ദിവസത്തിന്റെ കൂലി ശമ്പളത്തെക്കുറിച്ച് ചോദിച്ചല്ലോ, അത് പറഞ്ഞില്ല. ഓട്ടെ, ആനക്കാരന്റെ ശമ്പളം എത്രയുണ്ട്? ആനക്കാരന്റെ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ വെച്ച് പലയിടത്തും പല രീതിക്കാണ് ശമ്പളം. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് യൂണിയൻ്റെ ഒരു എഗ്രിമെൻ്റ് പ്രകാരം ഒരു ദിവസവും പൂരം എഴുന്നള്ളിച്ചാൽ ബത്ത അമ്പല കമ്മിറ്റി ഞങ്ങൾക്ക് 5000 രൂപ ആണ് തരേണ്ടത്. അത് 2023 ആ എഗ്രിമെൻ്റ് വെച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഈ പ്രാവശ്യം എഗ്രിമെൻ്റ് പുതുക്കേണ്ടതായിരുന്നു, പുതുക്കിയിട്ടില്ല. എന്നാളിപ്പം ഒരു 5000 രൂപ വെച്ച് ഞങ്ങൾക്ക് എല്ലാ അമ്പലത്തിൽ നിന്നും ബത്ത കിട്ടുന്നുണ്ട്. പിന്നെ ഏതമ്പലമാണെങ്കിലും തലക്കെട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപ ബത്ത കിട്ടും. ഈ തലക്കെട്ട് വെക്കാന്ന് പറഞ്ഞാൽ നെറ്റിപ്പട്ടം കിട്ടും. കാരണം തലക്കെട്ട് ചില അമ്പലത്തിലൊക്കെ ഒരു 15 മിനിറ്റ് നേരത്തെ പരിപാടിയെ കാണുള്ളൂ. സാറ് വിളക്കിന് എഴുന്നള്ളപ്പോൾ ഇല്ലെങ്കിൽ ഒരു 3 ശീവേലി 3 വലത്തെന്നൊക്കെ പറഞ്ഞാൽ കാലത്തും വൈകിട്ടും കൂടെ ഏറ്റവും കൂടി 1 മണിക്കൂർ നേരത്തെ പരിപാടിയെ കാണുള്ളൂ. നിത്യശീവേലി എന്നാണ് അതിനും ഫീസ് ഇതൊക്കെ തന്നെയാണോ? അന്നേരം ഞങ്ങൾക്ക് 5000 കിട്ടും. ഈ ഉടമസ്ഥന്റെ അടുത്തുനിന്ന് കിട്ടില്ലേ? ഉടമസ്ഥന്റെ അടുത്തുനിന്ന് കുറഞ്ഞത് 650 രൂപയാണ് പ്രതിദിനം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം നടത്തുന്നതിന് കിട്ടുന്നത് 650 രൂപയാണ്. അത് ഞങ്ങൾ എത്ര പേരുണ്ടോ അത്രയും പേര് ഇത് ഷെയർ ചെയ്തെടുത്തോണം. ഈ 5000 കിട്ടുന്നതും ഇതും കൂടെ ഞങ്ങൾ ഷെയർ ചെയ്തെടുത്തോണം. അതാണ് അതിന്റെ ഒരു ഇത്. 3 പേരുണ്ടാവോ പാപ്പന്മാര്? 3 പേര് വേണം, പക്ഷെ 2 പേര് നിർബന്ധമായിട്ടുണ്ടാകും. അപ്പൊ ഈ കിട്ടുന്ന തുക 3 പേർക്കായിട്ട് ഈക്വലി ഞങ്ങളത് ചെയ്യും. അപ്പൊ 6000 രൂപയാണ് 6000 രൂപ കഷ്ടി വരും. അപ്പൊ അതില് ഒന്നാം പാപ്പാൻ ഒരു 10-500 രൂപ കൂടുതലെടുക്കും, ബാക്കിയുള്ള രണ്ടാം പാപ്പാന്മാർക്ക് ഷെയർ ചെയ്യും. ഈ ഒന്നാം പാപ്പാൻ 500 രൂപ കൂടുതലെടുക്കുമ്പോഴും അതിൻ്റെ അകത്തുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം പാപ്പാന്മാർക്ക് കിട്ടുന്ന അവരുടെ ബാലൻസ് വരും. ഒന്നാം പാപ്പാന്റെ കിട്ടുന്ന ഒന്നാം പാപ്പാൻ അതിൽ നിന്ന് പിന്നെയും ചെലവാന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല സാറേ. ഇപ്പം നമ്മൾ ആനയും കൊണ്ട് പോവാണ്, 3 പേരും കൂടി ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറി. ചായ കുടിക്കാറുണ്ടോ സാറിന്? ചായ കുടിക്കാറുണ്ടോ? പിന്നെ ചായ കുടിക്കാറുണ്ട്, ഇല്ലെങ്കിൽ ചോറുണ്ണാൻ കയറി. അപ്പൊ അവിടുത്തെ പൈസ സെറ്റിൽ ചെയ്യുന്നത് ഒന്നാം പാപ്പാനായിരിക്കും. കൂടുതലുള്ളവരുടെയും കൂടെ പൈസ ഒന്നാം പാപ്പാനായിരിക്കും. അപ്പൊ ഏറെക്കുറെ വരുമ്പം 3 പേർക്ക് ഈക്വലായിട്ടാണ് അതിന്റെ ഒരു ഇത് വരുന്നത്. അതാണ് ഇപ്പത്തെ ഒരു. ഈ ഉത്സവം ഇല്ലാത്ത സീസണിൽ എങ്ങനെയാണ്? ഉത്സവം ഇല്ലാത്ത സീസണിൽ ഇപ്പം തൃശ്ശൂർ പാലക്കാട് ജില്ലയിലൊക്കെ ഒരു മാസശമ്പളത്തിന്റെ ഇതുണ്ട്. മാസശമ്പളത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം പാപ്പാന് 13,000 രൂപ, രണ്ടാം പാപ്പാന് 10,000 രൂപ, മൂന്നാം പാപ്പാന് 7,500 എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. പിന്നെ ഡെയിലി ബാറ്റ ഒരു 300 രൂപ വെച്ച് ഡെയിലി ബത്ത 375 രൂപയാണെന്ന് തോന്നുന്നു ഡെയിലി ബത്ത കിട്ടും. അങ്ങനെ അത് കിട്ടുന്നത് ഉടമസ്ഥ അസോസിയേഷനും ആനത്തൊഴിലാളി യൂണിയനും കൂടെ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഈ ആനയ്ക്ക് ഒരു ദിവസം ശരാശരി എന്നാ ചിലവ് വരും? ഭക്ഷണമൊക്കെ നന്നായിട്ട് കൊടുക്കണ്ടേ? ഭക്ഷണമൊക്കെ നമ്മളിപ്പം ഇപ്പൊ പനങ്കൈ ഇപ്പൊ എല്ലായിടത്തും ഇറക്കി മുതലാളിമാർ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഞങ്ങളുടെ ചെലവും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനും ഇപ്പം നമ്മൾ തൂക്കത്തിനാണെങ്കിലും എണ്ണത്തിനാണെങ്കിലും ഒരു 100 രൂപ 120 രൂപ നമുക്ക് ഇറക്കി തരുമ്പോൾ പട്ടയ്ക്ക് വില വരും. 100 രൂപ പട്ടയ്ക്ക് വില വന്നാലും ഭംഗിയായിട്ട് ആഹാരം കഴിക്കുന്ന ആനയാണെങ്കിൽ അതിനൊരു 20-25 പനങ്കൈ വേണം. എന്നാണെങ്കിലും ഒരു 20 പനങ്കൈ ആവറേജ് കൂട്ടിയാൽ ഒരു 110 രൂപ 120 രൂപ വെച്ച് കൂട്ടുമ്പം തന്നെ അതിന് 2,500 രൂപയോളം എൻ്റെ പനം പട്ടയ്ക്ക് വരും. പിന്നെ ഞങ്ങളുടെ ഈ പറഞ്ഞ ബാറ്റാക്കാശും എക്സ്പെൻസ്. അപ്പം ടോട്ടൽ വരുമ്പോൾ ഒരു 5,000 രൂപ ഒരു ദിവസം ചെലവ് ആനെ നോക്കുന്ന ആൾക്കാർക്ക്. പിന്നെ ചിലരുണ്ട് സീസൺ കഴിയുമ്പം പാപ്പാനോട് പറയും നീ കൊണ്ടോക്കോടാ, കൊണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ കൊണ്ടുവന്നാൽ മതി. അതുവരെ പാപ്പാനെ വല്ല തടിയൊക്കെ വലിക്കുന്ന ആനയാണെങ്കിൽ എവിടെയെങ്കിലും 2 കഷ്ണം വലിക്കാൻ കിട്ടി അത് വലിച്ചെടുത്ത് അവനതും കൊണ്ട് കഴിയും. അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് കാര്യം. ഈ ഉത്സവത്തിന് ഈ ആന വേണമെന്നുള്ളത് മാറി വരുന്നുണ്ടോ? ഇപ്പോൾ ഈ എടുപ്പുകൾ അല്ലെങ്കിൽ കുതിര
അല്ലെങ്കിൽ രഥം, തേര്, ഇങ്ങനെയൊക്കെയുള്ള സാധനം മതി എന്നൊക്കെ ഒരു ചർച്ച വരുന്നുണ്ടല്ലോ. അതിപ്പോ വന്നു തുടങ്ങിയിട്ടുണ്ട് സാറേ. പക്ഷെ എന്നാലും ആളുകളുടെ മനസ്സിൽ ആളുകൾക്ക് എപ്പോഴും ആകാംക്ഷ ആനയോടെയാണ്. പക്ഷെ ഇപ്പോഴാ രീതിയിൽ നിന്ന് പല ക്ഷേത്രങ്ങളും ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെയാണെങ്കിലും 2 ക്ഷേത്ര ആനയെ ഒഴിവാക്കി. ഒന്ന് മാറാടി ഭഗവതി അമ്പലത്തിൽ ആനയുണ്ടായിരുന്നു, അവരിപ്പം ഈ കൊല്ലം മുതൽ ആനയെ ഒഴിവാക്കി. പകരം എന്തെങ്കിലും ഉണ്ടോ? പകരം അവര് രഥമാക്കി. അതേപോലെ തൃക്ക മഹാദേവ ക്ഷേത്രം ശിവരാത്രിയുടെ തലേദിവസമായിരുന്നു, 2 ആനയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നതാണ്, അവരത് ഒഴിവാക്കി രഥമാക്കി. ഇപ്പം അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മിറ്റിയോട് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു, ആറാട്ടിനും പള്ളിവേട്ടയ്ക്കും ആന ബാക്കിയുള്ളതിൽ രഥോ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു. ശരിക്കും ഈ ഉത്സവം ആനയ്ക്കൊരു ഒരു വലിയൊരു ശല്യം തന്നെയാണോ? കാരണം ഈ ചെണ്ടകൊട്ട്, വെടി, പിന്നെ ഈ ഉത്സവത്തിൻ്റെ മറ്റ് ബഹളങ്ങൾ, ജനക്കൂട്ടം, ഇതൊക്കെ ആനയെ ശരിക്കും പറഞ്ഞാൽ അസ്വസ്ഥതയാക്കുന്നത് നമുക്ക് കാണാമല്ലേ? അത് ആദ്യമായിട്ടൊക്കെ കുറച്ചായി കഴിയുമ്പോൾ അതുങ്ങൾ അതിനോട് യോജിക്കും, അല്ലാണ്ട് അതൊരു അസ്വസ്ഥത എന്ന് പറയാൻ. ഈ ചെണ്ടയൊക്കെ ഇവൻ ആസ്വദിക്കാറുണ്ടോ? ആസ്വദിക്കാറൊന്നുമില്ലെന്നേ, ആസ്വദിക്കാറൊന്നും. തലയാട്ടുന്നു, രസിക്കുന്നു, കാണികൾക്ക് പറയാന്ന് മാത്രമേ ഉള്ളൂ. വൈറ്റ് വേന എടുത്ത് പൊളയുമ്പോഴും പറയാൻ ചിരിച്ചോണ്ട് പൊളയണമെന്ന് പറഞ്ഞാണൊക്കെ. അത് ആസ്വാദനമൊന്നുമില്ല. പക്ഷെ അതുങ്ങൾക്ക് അതിനോടൊരു യോജിച്ച് പോയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ല, സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നു. പക്ഷെ ഇതിലൊക്കെ വിഷയം പബ്ലിക്കിനെ കൊണ്ടാ സാറേ. ഉത്സവം കൂടാൻ വരുന്ന ആൾക്കാരെ കൊണ്ടാണ് ആനയ്ക്കും ഞങ്ങൾക്കും ശല്യം. കാരണം അവര് ആനയോടുള്ള ഇഷ്ടം കൊണ്ടാ, അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും അവരെ തെറ്റ് പറയുന്നില്ല. നമ്മൾ ആന എഴുന്നള്ളിച്ച് നിൽക്കുക. ഇപ്പൊ ഒക്കെ പിന്നെ കർശനമായ നിയന്ത്രണങ്ങൾ വന്നു തുടങ്ങി. ജില്ലാ മോർണിറ്റിംഗ് കമ്മിറ്റി എല്ലാ ജില്ലകളിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി ഉള്ളതിന്റെ പേരിൽ ആനകളെ നിർത്തുമ്പോൾ മുമ്പിലും പുറകിലും ഒക്കെ വാര്യഗാർഡ് വേണം എന്നൊക്കെയുള്ള നിയമങ്ങൾ വന്നതിന്റെ പേരിൽ ഇപ്പോൾ കുറെ മാറ്റമുണ്ട്. മറ്റെന്താ വെച്ചാൽ നമ്മൾ ആന എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ ഇവര് സ്നേഹം കൊണ്ടാണെങ്കിലും വന്നു വെച്ചാൽ മക്കളെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പുറത്ത് തട്ട. അപ്പം ആ ഒരു ഇതിൽ വരുമ്പോൾ അതൊരു ഭയങ്കര അപകടം. അത് അവർക്ക് അറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2 ദിവസമായിട്ട് ഉറങ്ങാതെ സ്ഥിരം പ്രോഗ്രാം ഉണ്ടായിരുന്ന ഒരു ആനയാണ്. ആനകൾ നിന്നുറങ്ങും, കിടന്നുറങ്ങുന്നതിനേക്കാൾ കൂടുതൽ ആനകൾ നിന്നുറങ്ങും. അപ്പൊ ചിലപ്പം ഈ ആന ഭക്ഷണമൊക്കെ കഴിച്ച് സാറ് പറഞ്ഞ കണക്ക് നമുക്ക് തോന്നും മേളമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണെന്നുള്ളൊരു രീതിക്കൊക്കെ ആയിരിക്കും പുള്ളി നിൽക്കുന്നത്. പക്ഷേ പുള്ളി ചിലപ്പോൾ നിന്ന് നല്ല ഉറക്കമായിരിക്കും. ആ ഉറക്കത്തിൻ്റെ സമയത്താണ് ഈ ആനയോട് ഇഷ്ടമുള്ള ഈ ആനപ്രേമി എന്ന് വെച്ചാൽ മക്കളെ എന്നാടാന്നും ചോദിച്ചുകൊണ്ട് ഈ പുറത്തേക്ക് ഒരു മുട്ട് കൊടുക്കണം. ആ ഒരു ഞെട്ടിയുള്ള ഉണരൽ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റും. അതങ്ങനെ അത് ചിലപ്പം ഈ ആനയുടെ ഉറക്കം നമ്മളാണെങ്കിലും പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി കഴിഞ്ഞാൽ എന്താ ആന പെട്ടെന്ന് ഇപ്പൊ വലത്തുവശത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞാൽ ഞെട്ടുന്നെങ്കിൽ വലത്തുവശത്ത് നിൽക്കുന്ന ആനക്കെട്ടി ഇതിന്റെ കൊമ്പ് തന്നുള്ളൂ. അപ്പൊ അതവിടെ പ്രശ്നമായി. ഇനിയിപ്പോൾ മുമ്പോട്ടൊന്ന് ചാടുക ചെയ്യുന്നെങ്കിൽ മുമ്പിൽ മേളക്കാർ നിൽക്കുന്ന പൊതുജനങ്ങളെ ആൾക്കാർ അവർ പേടിച്ച് അവർ ഭയന്ന് ഓടുകയായി. അത് കാണുമ്പോഴത്തേന് ഇപ്പുറത്തുള്ള ആനകൾ ഭയം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പബ്ലിക്കിന്റെ ഭാഗത്തു നിന്നാണ് കൂടുതലും വരുന്നത്. ഈ ഉത്സവപ്പറമ്പിൽ ഇവരെ ഇടയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണോ മിക്കവാറും? ഇടയാൻ ഒരു പരിധിവരെ കാര്യങ്ങളുണ്ടെന്നേ, ഒരു പരിധിവരെ ഇതാണ് അസ്വസ്ഥയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ രണ്ടാമത് ആനകള് ആനിമലാണ്, എപ്പോൾ വേണമെങ്കിലും അത് ഇടയാനുള്ള സാധ്യതയും അതിന്റെ വന്യ സ്വഭാവത്തിലുള്ളതാണ്. അപ്പൊ അത് കൂടുതലാവുന്നത് എൻ്റെ സഹപ്രവർത്തകരുടെ ശകലം അസ്വസ്ഥതയോടെ അല്ലെങ്കിൽ അവരുടെ ഒരു പുനർചിന്തയില്ലായ്മയും കൂടെ ഉണ്ട്. കാരണം നമ്മളൊരു ആനയെ എഴുന്നള്ളിച്ച് നിർത്തുമ്പോൾ ആനയെ ബന്തോസ് ചെയ്ത് നിർത്തുക എന്നുള്ളൊരു കടമ നമുക്കുണ്ട്. അത് ഇപ്പൊ പലരും ചെയ്യാൻ മടി കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ സാധിക്കില്ല, അത് പറയാനും പറ്റില്ല. കാരണം നമ്മളൊരു ആനയെ കൂട്ടി എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ ആ നടക്കി ഇടയും കൂട്ടി നിർത്തിയാൽ ആന എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആന ചെയ്യാനുള്ളത് ചെയ്യും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ വേഗത കുറയും, നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ കുറച്ചുകൂടി എളുപ്പം കിട്ടും. അതേപോലെ ഇപ്പം ശകലം തിരക്ക് കാര്യങ്ങളുള്ള ഒരു ഇതിലേക്ക് കയറി വരികയാണ്. ചില ആനകൾക്ക് ഈ സാറ് പറഞ്ഞ കണക്ക് കുതിര അങ്ങനെയുള്ള കാര്യങ്ങളെ പേടിയുണ്ട്. പിന്നെ ചില ആനകൾക്ക് ഈ കലാരൂപങ്ങൾ വരുന്നത് പേടിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആന വെടിക്കെട്ടിനൊക്കെ പേടിയുള്ള ആനകൾ നമ്മൾ അവരോട് പറയും. നമ്മളോട് പറയാതെയൊക്കെ വെക്കുമ്പോൾ സാറേ ഈ പേടിയുള്ള ആനകളൊക്കെ ചാടിപ്പോണത്. അമ്പല കമ്മിറ്റിക്കാർ ഇല്ലെങ്കിൽ ഇപ്പം അവര് വെടിക്കെട്ടെന്ന് അവരുദ്ദേശിക്കുന്ന ചിലപ്പോൾ നിരത്തി പിടിച്ചൊരു 100 കഥന ഒരുമിച്ച് കുത്തിയാലും ആനയെ സംബന്ധിച്ച് അത് വെടിക്കെട്ടാണല്ലോ. അതെ അതെ. അപ്പൊ ആ ഒരു 100 കഥന ഒരുമിച്ച് പൊട്ടിയാൽ പേടിച്ച് ചാടിപ്പോകുന്ന ആനകളുണ്ട്. അപ്പൊ അതും ഒരു പ്രശ്നമാകും. അതേപോലെ നമ്മൾ ഈ ഒരുപാട് തിരക്കുള്ള ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ എൻ്റെ സഹോദരന്മാര് ആനയ്ക്കൊരു മുട്ടിയാങ്ങല വെച്ച് വന്നാല്, മുട്ടിയാങ്ങല എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ കാല്
നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധോസ് ചെയ്യാണ്. അതെന്തിനാ അത്? അത് അപ്പോൾ ആന എന്തെങ്കിലും ഒരു ആക്രമണം ഇല്ലെങ്കിൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആനയ്ക്ക് തന്നെ തോന്നുന്നു എനിക്കൊരു ബന്ധോസുണ്ട്, എന്നെ ലോക്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്ന് ആനയുടെ ഉള്ളിലൊരു ഭയം ആനയ്ക്കുണ്ടാവും. ഇതിപ്പോ 4 കാലും ഫ്രീ ഒന്നും ഇല്ലെങ്കിൽ ആനയ്ക്ക് ഇവിടെ തന്നെയാണല്ലോ ഞാനുണ്ടാക്കി ഞാനാണ് രാജാവ് എന്നുള്ളൊരു അഹന്തത ആനയ്ക്കുണ്ടാവും, എന്തും ആകാന്നുള്ളൊരു തോന്നൽ ആനയ്ക്ക്. അപ്പൊ ഈ തിരക്കുള്ള പൂരപ്പറമ്പിൽ, തിരക്കെന്നല്ല ഏത് പൂരപ്പറമ്പിലാണെങ്കിലും ഒരാനയെ അമരത്തൊരു ഇടയാട്ടം, ഞങ്ങളത് ഇടയാട്ടം എന്നാ പറയുന്നത്, ഇല്ലെങ്കിൽ മുട്ടിയങ്ങല വെച്ചെന്ന് ഓർത്ത് ആനയ്ക്ക് അത് അപകടമല്ല, ആനക്കാരന് അതൊരു കുറച്ചിലുമല്ല. അവിടെ വരുന്ന ജനങ്ങൾക്കൊരു 40% സംരക്ഷണം കൊടുക്കാൻ അത് ഉറപ്പുക. അതെല്ലാം എല്ലാ സഹോദരന്മാരും ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായക്കാരൻ. ഈ ആന പാപ്പാന്മാരുടെ ചില ശ്രദ്ധയില്ലായ്മ കൊണ്ടും ആന പ്രശ്നം ഉണ്ടാക്കാറില്ലേ? 2 അടിച്ചു കഴിയുമ്പം ആനയോട് ഇച്ചിരി രൂക്ഷമായിട്ടൊക്കെ പെരുമാറുന്ന ആനക്കാരുണ്ട്. അതിൽ 2 കാര്യമുണ്ട് സാർ അതിൻ്റെ അകത്ത്. ഒന്ന് അമിതമായ വിശ്വാസം, ആത്മവിശ്വാസം. അതൊരിക്കലും പാടില്ല. ആനപ്പണിയിൽ അമിതമായ വിശ്വാസം ഒരിക്കലും പാടില്ല. ഒരു ദിവസം രാവിലെ നമ്മൾ മരത്തേന്ന് അഴിക്കുന്ന ആന വൈകുന്നേരം മരത്തേൽ ഭദ്രമായിട്ട് കെട്ടിയാൽ അന്നത്തേക്ക് അവൻ ആനക്കാരൻ. സാറിന് മനസ്സിലായോ? അല്ലാണ്ട് നാളെ അവൻ അഴിച്ചു കഴിഞ്ഞ് നാളെയും കെട്ടിയാൽ അന്നത്തേക്ക് അവൻ ആനക്കാരനാവുന്നുള്ളൂ. ഞാനൊന്ന് ഇടയ്ക്ക് തെറ്റാനെ കൊണ്ട് കെട്ടാൻ പറ്റൂ? കെട്ടാൻ പറ്റില്ല. അപ്പം അവൻ മോശക്കാരനായില്ലേ? അതേപോലെ ചിലർക്ക് ഒരു ചിന്തയുണ്ട്, എന്നെയും കൊണ്ടൊന്നും ചെയ്യില്ല എന്ന്. അതും വെറുതെയാ. നമ്മളത് ഇല്ലെങ്കിൽ എന്നെ കൊണ്ടെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന്, അതും വെറുതെയാ. ആനക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനപ്പണി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന പണിയല്ല. അതിന് നമ്മുടെ സഹപ്രവർത്തകരുടെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ഈ 1-ാം പാപ്പാനും 2-ാം പാപ്പാനും അല്ലെ 3-ാം പാപ്പാനുടെ പാപ്പാനും ഇവരുടെ ഓരോരുത്തരുടെയും ജോലി എന്തൊക്കെയാ വ്യത്യാസം? അതിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, 1-ാം പാപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ നിയന്ത്രിക്കുന്ന ഒരാളാണ്. 2-ാം പാപ്പാൻ എന്ന് പറഞ്ഞാൽ ഇടച്ചട്ടക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-ാം പാപ്പാൻ ഇല്ലാത്തപ്പം അഴിച്ചുകൊണ്ട് നടക്കാവുന്ന ആനകളാണെങ്കിൽ അവൻ അതിൻ്റെ 1-ാം പാപ്പാൻ്റെ സ്ഥാനത്ത് എന്നുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. 3-ാം പാപ്പാൻ എന്ന് പറയുമ്പോൾ അവന് വേണ്ട സഹായങ്ങൾ, ഇപ്പോൾ തലയെക്കെട്ട് കെട്ടുക, ആനയ്ക്ക് പട്ട കൊണ്ട് കൊടുക്കുക, ആനയ്ക്ക് കുളിപ്പിക്കാൻ നേരത്ത് കൂടുക, അങ്ങനെയുള്ള സഹായങ്ങൾ. അങ്ങനെയാണ് 1, 2, 3 എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് കൂപ്പിലൊരു രീതി പറയുകയാണെങ്കിൽ 1-ാം പാപ്പാൻ പണിപ്പീരുകാരൻ, 2-ാം പാപ്പാൻ വക്കകെട്ടുകാരൻ, 3-ാം പാപ്പാൻ അരിവെപ്പുകാരൻ. അങ്ങനെയാണ് ഞങ്ങൾ അതിനെ തരംതിരിക്കുന്നത്. അപ്പം അതാണ് അതിൻ്റെ അകത്തുള്ളൊരിത്. അപ്പം നമ്മളെ സംബന്ധിച്ച് സാറി പറഞ്ഞ കണക്ക് ഈ ആനയിൽ ഒരിക്കലും ഒരു വ്യക്തിയെ കൊണ്ട് അത് വേറെ. ഇപ്പം ഈ ഞാനൊക്കെ പറയും ഞാൻ ആന അങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ചിലരൊക്കെ ഇങ്ങനെ പലരുടെയും യൂട്യൂബൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് വെറും വീരസാഹസ്യ സാറേ, വെറും വീരസാഹസ്യം ആര് പറഞ്ഞാലും. ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഒരു ആന കൈവിട്ടു ഞാൻ ഉടയ്ക്കാൻ വീഴിക്കാൻ ഞാൻ വീഴിക്കാം, ഇല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ ആന ഉടക്കി വീഴിച്ചിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ആനയുടെ ചെങ്ങല ഒന്ന് എടുത്ത് വളർത്തണമെങ്കിലോ, ഇനി വീഴിച്ചിട്ടേക്കണ ആനയുടെ ഉടക്ക് പറിച്ച് ആന ഏറ്റു പോകില്ലേ? അപ്പം ചെങ്ങലൊന്ന് എടുത്ത് വളർത്തണമെങ്കിൽ ഒന്നെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണ്ട. ഈ ആന ഇടയുന്നത് എത്ര തവണ നേരിട്ടിട്ടുണ്ട്? ആന ഇടയുന്ന നേരിട്ട് കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കുന്നതിൽ ഇതില്ല. കാരണം വെച്ചാൽ ഇടഞ്ഞിട്ടുള്ള ആനകളുടെ അടുത്ത് നമ്മൾ പലപ്പോഴും അതിനെ തളയ്ക്കാനും കാര്യങ്ങൾക്കും ആയിട്ട് ഒരുപാട് ആനകളുടെ അടുത്ത് പോയി. അത് വേറെ ആനകൾ വേറെ ആനകൾ ഇപ്പം നമ്മുടെ സഹപ്രവർത്തകർ കൊണ്ട് നടക്കുന്ന ആനകളൊക്കെ തെറ്റുമ്പോഴും അതിനകത്ത് വലിയ അപകടം ഉണ്ടായ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ആന തട്ടിക്കളയുന്നൊക്കെ? അതിപ്പം സംഭവം നേരിട്ട് ഒരാളെ ആന ചെയ്യുന്ന പക്ഷെ ചെയ്തിട്ടേക്കുന്നതും ചെയ്തെടുത്തുന്ന ബോഡി എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂത്താട്ടോളംകാരൻ തങ്കപ്പൻ ചേട്ടന് മുക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന ഉണ്ടായിരുന്നു, ഗണേശൻ എന്നായിരുന്നു ആനയുടെ പേര്. അപ്പം ആ ആനയെ നമ്മുടെ ഇവിടെ തൊട്ടടുത്തായ വെളിയന്നൂരുള്ളൊരു ആള് മേടിച്ചു. ഈ മുക്കമ്പൻ വിളിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കൊമ്പ് സാധാ ആനകളുടെ കൊമ്പ് കണക്ക് ഇങ്ങനെയും ഒരു കൊമ്പ് നേരെ കീപ്പോട്ട് താഴത്തേക്ക് വളഞ്ഞതും. കേരളത്തിൽ അങ്ങനത്തെ ഒരാന ഉണ്ടായിട്ടുള്ളൂ, വേറെ ആന ഉണ്ടായിട്ടില്ല എൻ്റെ അറിവില്. ആ വളഞ്ഞു പോയ കൊമ്പയില് നമ്മൾ ചിലരുടെയൊക്കെ ഈ വിരളയിലൊരു കുഞ്ഞു വിരളുണ്ടായി കിടക്കില്ലേ എന്ന പോലെ ഒരു ചെറിയ കൊമ്പും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതിനെ മുക്കൊമ്പൻ എന്ന് വിളിക്കുന്നത്. അപ്പം തലേദിവസം ആനയെ വിറ്റു മേടിച്ചു, അവര് വെളിയന്നൂർക്ക് കൊണ്ടുവന്നു, അവിടെ കെട്ടി. പിറ്റേ ദിവസം രാവിലെ ആന അഴിച്ചു കഴിഞ്ഞപ്പോൾ ആന ചെറിയൊരു കുറുമ്പ് കാണിച്ചു. കുറുമ്പ് കാണിച്ചപ്പം പുതിയ മുതലാളിമാർ പഴയ മുതലാളിനെ വിളിച്ച് ഗണേശൻ ഇങ്ങനൊരു
കുറുമ്പ് കാണിച്ചത്. അപ്പോൾ പുള്ളി ആ ഉള്ളൊരു ആത്മവിശ്വാസത്തിൽ ശകലം പഴവും ബിസ്ക്കറ്റും എല്ലാം മേടിച്ചുകൊണ്ട് ആനയുടെ അടുത്തേക്ക് വന്നതാണ്. പഴയ മുതലാളി. അതായത് തലേ ദിവസം വൈകുന്നേരമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല. അപ്പം വന്നതാ. വന്നു കഴിഞ്ഞപ്പം ആ സാധാരണ രീതിക്ക് കൊടുക്കാനായിട്ട് എന്താ അവിടെ ഇട്ട് പുള്ളിയെ കൊന്നാന. എങ്ങനെ കുത്തിക്കൊന്നു. ശരി. പിന്നെ ഈ പറഞ്ഞ കണക്ക് ബോഡി എടുക്കാൻ സമ്മതിക്കണില്ലായിരുന്നു. ഇവനെ ഇങ്ങനെ പെട്ടെന്നൊരു വൈരാഗ്യം ആനകളെ സംബന്ധിച്ച് ആനകളൊരു ദേഷ്യം വന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ വിജയത്തിന് വേണ്ടി അത് എന്തും ചെയ്യും. ആന കീഴടങ്ങണമെങ്കിൽ ആന ബന്ധോസാവണം. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താ? ഈ ആന തലേദിവസം മുതലാളി മാറിയത് അവൻ ഇഷ്ടപ്പെടാത്തതാണോ? അല്ല, അതൊരു ശകലം കയ്യിലിരിപ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു ആനയായിരുന്നു അത്. ശരി. നേരത്തെ മുതലാണല്ലോ. അപ്പൊ അത് ഈ ആനക്കാരനുമായിട്ടുള്ള ഒരു രസക്കുറവിൽ ആന നിൽക്കുകയായിരുന്നു. പക്ഷെ മുതലാളിയെ സാധാരണ രീതിക്ക് വല്ല പഴവും ഇതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ടെങ്കിൽ വന്നേടാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് പുള്ളി അന്നും കയറി ചെന്ന് തന്നെയാണല്ലോ. പുള്ളിയുടെ ഒരു ഇതും ആനയുടെ തന്നെയാണല്ലോ. ആന കൊന്നു. ബോഡി എടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാനന്ന് ഈ മാറാടി ചന്ദ്രാനയുടെ ആനക്കാരനാണ്. എൻ്റെ മുതലാളി അവിടെ ഞാൻ പണിതുകൊണ്ടിരിക്കുന്നിടത്ത് വന്നു. അപ്പോൾ ഈ തങ്കപ്പഞ്ചേട്ടൻ എന്ന് പറഞ്ഞ കൊന്നയാളും തടി കച്ചവടക്കാരനായിരുന്നു. പുള്ളി ആനയെ മേടിക്കുന്നതിന് മുമ്പ് പുള്ളിയുടെ തടി വലിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഈ ചന്ദ്രാനയും കൊണ്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മനോജ് എങ്ങനെ തങ്കപ്പഞ്ചേട്ടനെ ആന ചെയ്ത് ബോഡി എടുക്കാൻ സമ്മതിക്കുന്നില്ലാടാന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ആനയെ അവിടെ പിടിച്ച് ഒരു പനയും വെട്ടി അവിടെ ഇട്ട് കെട്ടി വെച്ച് പണസ്ഥലത്ത് കെട്ടിയിട്ട് പുള്ളിയുടെ കാറേ കയറി ഇവിടെ വന്നപ്പോൾ ഒരു 3:30-4 മണിയായി വെളിയന്നൂർ വരുമ്പോഴും ബോഡി അങ്ങനെ തന്നെ കിടക്കുക. അപ്പോൾ പിന്നെ ഞാൻ വന്ന് ബോഡി എടുത്തു കൊടുത്തു. എങ്ങനെ എടുത്തേ? ആ ആനയും ഞാനുമായിട്ടൊരു ചെറിയൊരു ആത്മബന്ധം എനിക്ക് നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ശിബിലി എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ, ശിബിലിയിൽ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. അവിടെ ആന എഴുന്നള്ളിക്കാൻ സ്ഥലം അത് നമ്മുടെ കോലഞ്ചേരിക്കടുത്ത് പെരുവമൊഴി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെരുവമൊഴി പാലം പണി തീരുന്നതിന് മുമ്പ് പാലത്തേക്ക് കയറിയ ആന. അപ്പം അന്ന് അവിടെ ഈ ആന വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പം ആന കെട്ടാനായിട്ട് ചെന്നവിടെ ആനയായിട്ട് ശകലം മല്ലടിച്ച ആനയെ കെട്ടിയത്. കെട്ടിയപ്പോൾ ആ ഒരു മല്ലടിയിലുള്ള ഒരു ചെറിയൊരു ബന്ധം ഞാൻ ഈ ആനയ്ക്ക് അത്ര ഓർമ്മശക്തിയൊക്കെ ഉണ്ടോ? ഒരാളെയൊക്കെ ഓർത്തിരിക്കുമോ? ചില ആനകൾ ഓർക്കും. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ നാടൻ ആനകൾ, ബന്ധങ്ങളുള്ള ആനകൾ ഓർത്തിരിക്കും. പിന്നെ രണ്ടാമത് അതിൻ്റെ അകത്തുള്ള നമ്മളൊരു കമാൻഡിങ് കൊടുത്താണ് ആനകളുടെ അടുത്ത് എന്തും ചെയ്യുന്നത്. നമ്മൾ ഒരു ആനയുടെ അടുത്ത് വന്നെങ്കിൽ ഒരു ആനക്കാരൻ രാവിലെ കയറി ചെല്ലുമ്പം അവൻ അതിനെന്തെങ്കിലും ഒരു കള്ളച്ചിട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആ ഒരു രീതിക്ക് ആനകളുടെ അടുത്ത് ചെന്ന് നമ്മൾ ഒരു ആഞ്ഞോ ഇല്ലെങ്കിൽ അതിൻ്റെ ചിലപ്പോൾ ഒന്ന് ചുമക്കണതായിരിക്കാം, ചിലപ്പോൾ ഒരു വീടി വലിക്കണതായിരിക്കാം, ചിലപ്പോൾ തോട്ടിയും പടിയും എടുത്ത് നിലത്ത് മുട്ടണതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ആനക്കാരനൊരു കള്ളച്ചിട്ട ആനയ്ക്ക് ഇടും, ഒരു ആനയുടെ തറിയില്ല ഇല്ലെങ്കിൽ ആനയുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ. അപ്പോൾ അത് നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ എത്ര കാലം കഴിഞ്ഞ് ചെയ്താലും ഇതിൽ നാടനാനകൾക്കാണെങ്കിൽ അത് പെട്ടെന്ന്, അല്ലാണ്ട് ബീഹാർ ആനകളൊന്നും അത്ര അങ്ങ് ഓർത്തിരിക്കാറും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരോട്ട് ചെയ്യില്ല. പക്ഷെ നാടനാനകൾ ഒരു പരിധി വരെ എല്ലാ ആനകളും, അതാണ് ഈ പഴയ ചട്ടക്കാരൻ മറക്കില്ല. ഈ ആനയായിട്ടുള്ള ഈ യാത്രകൾക്കിടയിൽ ആന ഇടഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ അപകടങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? മുല്ലയ്ക്കൽ ബാലകൃഷ്ണ ആന, അത് നമ്മുടെ തൃക്കാക്കര പരിപാടി കഴിഞ്ഞ് എൻ്റെ പാപ്പന്മാർ ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് ആന വണ്ടിയും കുത്തിപ്പൊളിച്ച് വണ്ടിക്കകത്തുനിന്ന് ലോറിയെന്ന് പുറത്തിയാടി. അത് ഇരുട്ടായിരുന്നു. എങ്ങനെയോ ഒക്കെ അത് ഓടി ഇത് അവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്ത് കായലിൻ്റെ ചതിപ്പിച്ച് നിൽക്കും. മൊത്തത്തിൽ വഴക്ക് കുറവ്, പിടിയാനകൾക്ക് വഴക്ക് കുറവുണ്ട്. പക്ഷെ വഴക്കുള്ള പിടിയാനകൾ കൊമ്പനാനേക്കാൾ കഷ്ടമാണ്. മനുഷ്യരുടെ കാര്യം പറഞ്ഞാണേക്കാൾ. ഈ ആന പിടിക്കുന്ന ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ആന പിടിക്കുന്നത് ഇത്രയും കാലത്തിന് മുമ്പ് വാരിക്കുഴിയിൽ അത് കണ്ടിട്ടുണ്ടോന്ന്? എവിടെ വെച്ച്? കോടനാട്. അപ്പൊ നമുക്കൊരു ആന മേടിക്കണ്ടേ? എനിക്ക് വേണ്ട സാറേ, നമുക്ക് ഒന്നിച്ച് ചെയ്യാം. സാറിനോട് ആന മേടിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. സാറിന് ഇഷ്ടമാണെങ്കിൽ ആന മേടിച്ചാൽ, മനോജ് പറഞ്ഞിട്ടല്ല ഞാൻ മേടിച്ചതെന്ന് നാളെ എന്നോട് ചോദിക്കരുത്. സാറിന് ഇഷ്ടമാണെങ്കിൽ മേടിച്ചാൽ ഞാൻ എൻ്റെ പാപ്പാനാവോ എന്ത് വേണമെങ്കിലും ചെയ്യാം.